അയ്യോ ഇതെന്തുവാ മോളെ? ഓണക്കോടിയോ? സാരിയാണോ എനിക്ക്? ഉണ്ടോ? സന്തോഷമായി, സന്തോഷമായടാ. ഇത് കരുതല്ല, ആണ്ടക്കണ്ണീരായത്. വേണ്ടേ ഓണക്കോടിയാ മോള് വാങ്ങിച്ചോണ്ട് വന്നതാ. എനിക്ക് സാരി, നിങ്ങൾക്ക് ഷർട്ടും കസവും കൊണ്ടും എല്ലാം ഉണ്ട്. നോക്കിക്കേ, ഇവളെയും കൊണ്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ നോക്കിക്കണ്ടേ. ഓ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഈ വർഷം ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം. ചേട്ടാ ഞാനേ ചന്ദൂനെ ഒന്ന് വിളിച്ച് ഈ കാര്യം ഒന്ന് പറയട്ടെ. വിടുമോനെ. ഹലോ മോനെ ചന്തു. ആ മോനെ, ഈ പ്രാവശ്യം ഞങ്ങളുടെ ഓണം അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓണപ്പുടവ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ പൊടിക്കുഞ്ഞിന്റെ ആദ്യത്തെ ഓണം അല്ലയോ ഇവിടെ. ഞങ്ങളും ഗൾഫിൽ ആദ്യമായിട്ടല്ലേ ഓണം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം അടിപൊളി ഓണം ഞങ്ങൾക്ക് ഇവിടെ. പിന്നെ ഇല ഇട്ട് ഊണുണ്ടാകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ലുലുവിൽ ഇല കിട്ടും പോലും. പ്രഥമം കൂടാതെ ബോളിയും സേമിയായും വേണമെന്നാ പറഞ്ഞേക്കുന്നത്. നിന്നോട് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് അടിച്ചു പൊളിക്കും മോനെ. അപ്പം മോനെ 22-ാം തീയതി എന്ന് പറയുമ്പോഴേ ഓണത്തിന് മുമ്പാണോ ഞങ്ങൾക്ക് ടിക്കറ്റ്? സാരമില്ല മോനെ, വിഷമമില്ല. അവർക്കും വന്ന കാണണമെന്ന് ആഗ്രഹവും കാണത്തില്ലയോ കുഞ്ഞുങ്ങളെ വന്നേ. കുഴപ്പമില്ല, ഞാൻ പപ്പ നാട്ടിൽ പോയിട്ട് അവരിപ്പോ പോയി കഴിയുമ്പോൾ വരാം. എന്താ പറ്റി? ഇയാളെന്തോ കരയുവാന്നോ? കൊച്ചിട്ടാ മോടെ ചേച്ചിയും ചേട്ടനും മക്കളും കൂടെ അമേരിക്കയിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ ഇങ്ങോട്ട് വരുന്നെന്ന്. അപ്പൊ എല്ലാരും കൂടെ വരുമ്പോ ഇവിടെ എല്ലാരും കൂടെ താമസിക്കാൻ ഇടമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പപ്പായും അമ്മയും കൂടെ നാട്ടിൽ പോയി നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് 22-ാം തീയതി ഓണത്തിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ്. അവര് പോയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കയറി വന്നാൽ മതി എന്നാവും പറഞ്ഞു. ഇതിന് ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായമായി, അവർക്ക് ജോലി പോയി തുടങ്ങിയതിന് ശേഷം ഏതേലും വർഷം അവർ നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വന്നിട്ടുണ്ടോ? നമ്മളെല്ലാ വർഷവും അവരെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്ത് എന്തോ ഇരിക്കുന്നു വിഷമിക്കുക? എൻ്റെ പൊന്നു സുജയ, ഇതിനകത്ത് നീ ഒന്നും വിഷമിക്കേണ്ട. നമ്മൾ രണ്ടും കൂടെ നാട്ടിൽ പോയി ആഘോഷിക്കുന്നു. പറഞ്ഞത് വളരെ ശരിയാവും ചേട്ടാ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കും, നമുക്ക് തോന്നും അതൊക്കെ കൗതുകവുമാണ്, കെട്ടുകഥകളുമാണെന്ന് തോന്നും. പക്ഷെ അവനോന് വരണം അതിന്റെ സങ്കടത്തിന്റെ ആഴം അറിയണമെങ്കിൽ നമുക്ക് നമ്മൾ മാത്രം മതി ചേട്ടാ, നമ്മൾ മാത്രം.